ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ വീണി NREG Zindabad. NREG Zindabad. NREG Zindabad. CPIM Zindabad. CPIM Zindabad. CPIM Zindabad. CPIM Zindabad. Inqilab, Inqilab, Inqilab Zindabad. Inqilab, Inqilab, Inqilab Zindabad. ശക്തമായ പ്രക്ഷോഭവും പ്രതിഷേധവും ഉയർന്നു വരേണ്ടതാണ്. അതിൻ്റെ സൂചനയാണ് ഇന്ന് നമ്മളിവിടെ പ്രതിഷേധ സൂചകമായി ഇവിടെ സമരം നടത്തിയത്. ഈ സമരം ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. ഇത് നിരന്തരമായി ഇന്ത്യ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവൻ്റെ കഞ്ഞിയിൽ പൂഴിവാരിയിടുന്ന സമീപനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 900 കോടി അദാനിക്കും അംബാനിക്കും മറ്റ് കോർപ്പറേറ്റ് ഭീമന്മാർക്ക് തെരഞ്ഞെടുപ്പിലും BJPക്ക് ഗണ്യമായ പരാജയമുണ്ടായി. ആ പരാജയത്തിൻ്റെ കാരണം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ഇത്തരം ഒരു സമീപനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലാണ് എല്ലാ സാമ്പത്തിക വർഷവും ഫണ്ട് ഉപയോഗിക്കുന്നത് വർഷം കുറച്ച് 100 തൊഴിൽ ദിനം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം ചെയ്യുകയും നമുക്ക് അന്നത്തെ ആനുകൂല്യങ്ങൾ വേതനം 125 പോയി 300 600 വർദ്ധിപ്പിക്കാനുള്ള സമരം ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് കിട്ടുന്നത് പ്രത്യുത്പാദനപരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു മാറ്റുന്ന ഒരു സമീപനം വച്ചതുകൊണ്ടാണ് വർഷം നമ്മുടെ തൊഴിൽ ദിനം വെട്ടിക്കുറയ്ക്കുകയും നമുക്ക് വെച്ച ഫണ്ട് ഇല്ലാതാക്കുന്നുള്ള സമീപനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം വളരെ ശക്തമായി നമ്മുടെ സംഘടനയും കൂടി വരികയും ഇനി വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണോ തീരുമാനം എന്നുള്ളത് വളരെ ശക്തമായി വരുന്ന കാലഘട്ടത്തിൽ സമരം എന്നല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഇനി 22-ാം തീയതി പാലക്കാട്ടിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സമരമാണ്. അതുപോലെ തന്നെയാണ് പാർട്ടിയുടെ നേതൃത്വത്തിലെ പ്രതിഷേധങ്ങൾ. അങ്ങനെ നിരന്തരം സമരവും പ്രതിഷേധവുമായി മുന്നോട്ട് കൊണ്ടുപോകണം. അത് എല്ലാവരുടെയും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും കേന്ദ്ര ഗവൺമെൻറ് ഓരോരോ പദ്ധതികൾ കൊണ്ടുവന്ന് പാവപ്പെട്ട തൊഴിലാളികളെ എങ്ങനെയൊക്കെ വഞ്ചിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഇടതുപക്ഷത്തിനെ കൊണ്ട് മാത്രമേ കഴിയൂ. ഒരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരോ ഇവിടെ പ്രതിഷേധിക്കാനോ ഒന്നിനും നമ്മൾ കാണില്ല. തൊഴിലാളികൾക്ക് വേണ്ടി എന്നും പണിയെടുക്കാനും അതുപോലെ അവർ കൂടെ നിൽക്കാനും എന്നും ഇടതുപക്ഷം മാത്രമേ ഉണ്ടാവുള്ളൂ. 19 പേര് ഇവിടുന്ന് കോൺഗ്രസ്സുകാർ പാർലമെൻറ്റിലുണ്ടെങ്കിലും ഒരു ചെറു വിരൽ പോലും അതിനെതിരെ മോദിക്കെതിരെ ശബ്ദിക്കാൻ ഇവർ തയ്യാറായില്ല. എന്നാൽ വെട്ടിക്കുറച്ചുകൊണ്ട് പാവപ്പെട്ടവനെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന സമീപനമാണ് മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകെ പാവപ്പെട്ടവന് അവൻ്റെ ഒരു 125 ദിവസത്തെ തൊഴിലവസരവും 200 ദിവസത്തെ തൊഴിലവസരങ്ങളും ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിക്കുകയും ആ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള 19 വാഴകൾ അവിടെ ഇട്ടു. ആ 19 വാഴകൾ ഒരു അക്ഷരം പോലും ഉരിയാടാതെ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ